بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത് പ്രധാനമായിട്ടുള്ള ഒരു ദിക്റാണ് പറയാൻ പോകുന്നത്. ദിക്റിൻ്റെ വ്യാപ്തം അതിനെക്കുറിച്ച് ആർക്കും തീർത്ത് ഒന്നും പറയാൻ പറ്റില്ല. അത്രത്തോളം വലിപ്പമുള്ള അർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒന്നാണ്. വലിയ അർത്ഥം വ്യക്തമായ ഒരു ദിക്റാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് രാവിലെയും വൈകുന്നേരത്തും ഒരു മനുഷ്യൻ ഈ ദിക്ർ 3 പ്രാവശ്യം വീതം ചൊല്ലിക്കഴിഞ്ഞാൽ, ഈ ദിക്ർ 3 പ്രാവശ്യം വീതം ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല തമ്പുരാൻ ഈ മനുഷ്യനെ ഏറ്റവും കൂടുതൽ അങ്ങ് ഇഷ്ടപ്പെടുകയും ഖിയാമത്ത് നാൾ വരുമ്പോൾ അള്ളാഹു ഈ മനുഷ്യനിൽ ബാധ്യസ്ഥനാകുകയാണ്. എന്നുവെച്ചാൽ അള്ളാഹുവിന് ഉത്തരവാദിത്വമുള്ള ആളായിത്തീരുകയാണ് അള്ളാഹു തആല. കാര്യം അത്രത്തോളം ഉത്തരവാദിത്വം ഇതിനകത്തുണ്ട്. അള്ളാഹുവും ഈ മനുഷ്യനായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഖിയാമത്ത് നാളിൽ അള്ളാഹു സുബ്ഹാനഹു തആല തമ്പുരാൻ ഈ മനുഷ്യനെ ഏറ്റവും കൂടുതൽ സഹായിക്കും എന്നുള്ളതാണ് അവിടെ കൊണ്ടുവെക്കുന്ന ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുപരിയായിട്ട് പിന്നെ പറയുന്നത് മറ്റൊന്നുമല്ല, ഇസ്ലാം മതമാണെന്നും നമ്മുടെ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്നും ഇതിനകത്ത് ഏറ്റവും പ്രത്യേകിച്ച് ഇങ്ങനെ എടുത്തിഞ്ഞ് പറയുകയാണ്. ഇസ്ലാം മതമാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ നബിയാണെന്നും ഇതിനകത്ത് പ്രത്യേകിച്ച് ഇങ്ങനെ എടുത്തിങ്ങനെ പറയുകയാണ്. അതുകൊണ്ട് ഈ ദിക്ർ അത്ര ചില്ലറയായ ഒരു ദിക്റൊന്നുമല്ല, വലിയ ഉന്നതമായ ഒരു ദിക്റാണ്. ഇത് പറയുന്ന കാര്യത്തിലും ആരും ഇതിനകത്തൊരു മടി വേണ്ട. ഇത് തുടരെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കണം. രാവിലെയും വൈകിട്ടും ഒരു 3 പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് ഇതങ്ങ് ചെല്ലണം. അപ്പോൾ ഈ ദിക്ർ ഞാനിവിടെ ചെല്ലാൻ പോവാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റദീന ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ. ഇതാണ് ഈ ദിക്ർ. റദീന ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ. റദീന ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ. ഇതാണ് ഈ ദിക്ർ. ഈ ദിക്ർ ഒരു 3 പ്രാവശ്യം വീതം ഒരടിമ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല തമ്പുരാൻ ഖിയാമത്ത് നാളിൽ ആ മനുഷ്യന് ബാധ്യതയുള്ളവനായി തീരുമെന്നാണ് പറയുന്നത്. ബാധ്യതയുള്ളവനായി തീരുമെന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ സഹായം വളരെ കൂടുതലായിട്ട് ഈ മനുഷ്യന് ലഭിക്കുന്നതാണ്. അതിനാൽ ഈ ദിക്ർ ചെല്ലുന്ന കാര്യത്തിൽ മടിക്കണ്ട. ഒരുപാട് ഗുണങ്ങൾ ഈ ദിക്ർ കൊണ്ടുണ്ട്. ഈ പറഞ്ഞത് കൂടാതെ ഉണ്ട്. എത്രയും അർത്ഥത്തിലുള്ള ദിക്റുകളാണ് നമുക്ക് ഇതിനകത്തുള്ള. അർത്ഥത്തിലുള്ള ദിക്റാണ് ഈ പറയുന്നത്. വളരെ ഉന്നതമായ പവറുള്ളതാണ്. ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ദിക്ർ ചെല്ലുന്ന കാര്യത്തിൽ ആരും മടിക്കണ്ട. കൂടുതലൊന്നും ചെല്ലണ്ട. ഒരു 3 പ്രാവശ്യം വീതം രാവിലെയും വൈകുന്നേരത്തും ചെല്ലിയാൽ മതി. അത് മിക്ക ദിവസങ്ങളിലും നിങ്ങൾക്കങ്ങ് ചെല്ലാവുന്നതാണ്. മടി വേണ്ട. അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നീ ചെല്ലുന്ന നിങ്ങൾക്ക് ആരാണോ ചെല്ലുന്നത് അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് മാറ്റങ്ങൾ അവർക്ക് കൊടുക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ അള്ളാഹുവിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ട് ഈ മനുഷ്യൻ മാറുകയാണ്. അതുകൊണ്ട് അള്ളാഹു ആ മനുഷ്യനെ ഇഷ്ടം വയ്ക്കുന്നു. അങ്ങനെ ഇഷ്ടം വയ്ക്കുമ്പോൾ ഈ ആളിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ജീവിത നിലവാരത്തിലുള്ള പ്രവൃത്തിയിലും എന്തെല്ലാം കാര്യങ്ങൾ ജീവിതത്തിലുണ്ടോ, ആ ജീവിത മേഖലയിൽ ആ മനുഷ്യൻ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതെല്ലാത്തിലും അള്ളാഹുവിൻ്റെ സഹായം ഇങ്ങനെ വാരിക്കോരി ഈ മനുഷ്യന് കൊടുക്കുന്നതാണ്. ഏറ്റവും നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ ദിക്ർ എന്ന കാര്യത്തിൽ ആരും മടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് രാവിലെയും വൈകിട്ടും 3 പ്രാവശ്യമെങ്കിലും ഈ ദിക്ർ ചെല്ലണം. ഇത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നിർത്തുന്ന കാര്യമല്ല. ദിവസങ്ങളോളം ഇത് ചെല്ലുന്നതിൽ പാടൊന്നുമില്ലല്ലോ. ഇതങ്ങ് ചെല്ലി ഇങ്ങനെ പോകുമ്പോൾ ഒരുപാട് ഗുണങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിൻ്റെ ഗുണത്തിന് കണക്കുകളില്ല, അന്തമില്ല, അറിയില്ലാത്ത ഗുണങ്ങളാണ് ഇതിനകത്തുള്ളത്. തൽക്കാലം ഇപ്പോൾ ഈ സംഭാഷണം ഈ പറച്ചിൽ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാതുഹു. ഈ വീഡിയോ കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്നും കൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്.